റവന്യൂ മന്ത്രി ഇന്ന് വയനാട്ടിലെത്തും. ഉദ്യോഗസ്ഥതല യോഗം ഇന്ന് ചേരും. പുനരധിവാസത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. എൽസ്റ്റോൺ എസ്റ്റേറ്റ് മന്ത്രി കെ രാജൻ സന്ദർശിച്ചേക്കും. CV അനുമോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. വയനാടിനെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യം നമുക്ക് തുടക്കം മുതലേ ഉണ്ട്. ഇന്നലെ മാസ്റ്റർ പ്ലാൻ അംഗീകാരമായതോടെ ഇനിയുള്ള നടപടികൾ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഗുഡ് മോർണിംഗ് അശ്വതി. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വയനാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നതെല്ലാം തന്നെ ഈ ദുരന്തബാധിതരായ ആളുടെ വിഷമങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു അല്പം ആശ്വാസമാകുന്ന വാർത്തകൾ പങ്കുവെക്കാനാകുമെന്ന് പ്രതീക്ഷയാണുള്ളത്. കാരണം ദുരന്തബാധിതർ കാത്തിരിക്കുന്ന പുനരധിവാസം, അതിനുവേണ്ട നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണിപ്പോൾ തുടക്കമായിരിക്കുന്നത്. രണ്ടിടങ്ങളിൽ നെടുമ്പാലയിലും എൽസ്റ്റണിലുമായിട്ടാണ് ഈ ഒരു ടൗൺഷിപ്പിനായിട്ടുള്ള സ്ഥലം കണ്ടുവച്ചിരിക്കുന്നത്. ഇതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. ആ പ്രവർത്തികൾ ഇന്നും തുടരുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ 10 മണിയോടെയാകും മന്ത്രി കെ രാജൻ വയനാട്ടിലെത്തുക. രാവിലെ അദ്ദേഹം കളക്ടറേറ്റിൽ യോഗം ചേരുന്നുണ്ട്. ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിയാലോചന നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഒരുപക്ഷെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് അദ്ദേഹം സന്ദർശിക്കാനുള്ള സാധ്യതയും ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുള്ള ഈ ഒരു വീട് നിർമ്മാണത്തിന് വാഗ്ദാനം നൽകിയവരുടെ യോഗം 50 വീടിലധികം നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ അത്തരത്തിൽ വാഗ്ദാനം നൽകിയിട്ടുള്ള ഗ്രൂപ്പുകളുടെയും വ്യക്തികളുടെയും എല്ലാം യോഗം തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. 9 ടീമുകളാണ് അതിൽ ഈ മുഖ്യമന്ത്രി വിളിച്ച ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഒരു പ്രവൃത്തി പൂർത്തിയാക്കുക എന്ന ഉദ്ദേശമാണ് സർക്കാരിൻ്റെ മുൻപിലുള്ളത്. ഈ ജനുവരി 25-നകം ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമായിട്ട് തയ്യാറാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സർവേ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ഏതെല്ലാം ആളുകൾ ഏതെല്ലാം മേഖലകളിലേക്ക് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറെ കൂടി വിശദമായിട്ടുള്ള ഒരു വിവരങ്ങളാണ് ശേഖരിക്കേണ്ടതുള്ളത്. അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റുകൾ സംബന്ധിച്ച് രണ്ടിടങ്ങളിലും, ഒന്ന് കൽപ്പറ്റ നഗരസഭയിലും ഒന്ന് പഞ്ചായത്തിലുമാണുള്ളത്, മേപ്പാടി പഞ്ചായത്തിലുമാണുള്ളത്. അപ്പോൾ രണ്ടിടത്തും ഭൂമിയുടെ വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നതൊക്കെ ചില പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയായിരിക്കും ജനങ്ങളുടെ പ്രതികരണം എന്നുള്ളതും അറിയേണ്ടതുണ്ട്. എന്നുണ്ടെങ്കിലും ജനങ്ങളെ സംബന്ധിച്ച് വളരെ കാത്തിരിക്കുന്ന ഒരു നടപടി തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇത് എത്ര വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നതാണ് അറിയേണ്ടത്. ഇതുവരെയുള്ള നടപടികൾ വിലയിരുത്തുവാനും ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ടൊരു ചർച്ച നടത്തുവാനും അത്തരത്തിലുള്ള സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥരെ കൃത്യമായി അറിയിക്കുവാനുമാണ് മന്ത്രി കെ രാജൻ്റെ ഈ സന്ദർശനം എന്ന് ഉള്ളത്. വൈകുന്നേരത്തോടെ അദ്ദേഹം മടങ്ങിപ്പോകുമെന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. വയനാട് കാത്തിരിക്കുന്ന പുനരധിവാസത്തിന് നടപടികൾ ഇവിടെ ആരംഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആശ്വാസകരമായ നമുക്ക് പങ്കുവെക്കാനുള്ള വാർത്ത. ശരി അനുമോദം.